എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നായകളോട് മാത്രം ഇത്ര ഇഷ്ടം, നായകളോട് മാത്രം ഇത്ര താല്പര്യം എന്നൊക്കെ. എനിക്ക് നായകളോട് വെച്ചിട്ടല്ല, എനിക്ക് എല്ലാ ജീവജാലങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഞാൻ നായനും മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളും ഞാൻ രക്ഷിക്കുക, എന്നെ കഴിയുന്നത് ചെയ്തു കൊടുക്കാറുണ്ട്. വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ ഈ മിണ്ടാപ്രാണികൾ മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് സഹായിക്കുന്നൊന്നും വീഡിയോ ഒന്നും ചെയ്യാറില്ല. നമ്മളാൽ ശരീരം കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കാന്ന് മാത്രം. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടൊരു സത്യം എന്ന് പറഞ്ഞത്, ഏറ്റവും നന്ദിയുള്ളൊരു ജീവി, നന്ദിയും ആത്മാർത്ഥതയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവി പറഞ്ഞത് നായ തന്നെയാണ്. ഇതുവരെ എൻ്റെ ഒരു അറിവിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു നേരത്തെ ഒരു അന്നം, ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു പിടി ചോറ് അത് കൊടുത്താൽ അത് ആ നായ, ആ ജീവി അതിൻ്റെ മരണം വരെ ആ ഒരു കൊടുത്ത ആളോടുള്ള ആ സ്നേഹം കാത്തു സൂക്ഷിക്കും. എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയൂ അങ്ങനെയൊക്കെ സ്നേഹത്തോടെ നക്കി കൊല്ലുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു ഇതാ. പിന്നെ അത്രയും വിശ്വാസം, ആ ഭക്ഷണം കൊടുത്ത ആളനെ ആ നായ, ആ ജീവി, ആ മിണ്ടാപ്രാണി അത്രയും വിശ്വസിക്കും. കാരണം ആ ഭക്ഷണം കൊടുത്ത ആൾ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എപ്പോഴേലും ആ നായക്ക് കുറച്ച് വിഷം ചേർത്തിട്ട് ഭക്ഷണം ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ആ നായ അത് കഴിക്കും. അതൊരു മടി കാണിക്കില്ല, അത് കഴിക്കും. കാരണം എനിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ എനിക്ക് തരുന്നത് അന്നാണ്. അത് അവിടെ ആ അവിശ്വാസം ഇല്ല നായക്ക്. അതാണ് ആ വിശ്വാസം. ആ വ്യക്തിയുടെ ഭക്ഷണം കൊടുത്ത വ്യക്തിയുടെ ഒരു നേരം ഒരു തവണ ഭക്ഷണം കൊടുത്ത വ്യക്തിയോടുള്ള വിശ്വാസം അത്രയും കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് അത് മാത്രല്ല, ഈ ആൾ തന്നെ ഈ നായനെ, ഇനി അഥവാ നായനെ വളർത്തുന്ന ഒരു യജമാനായിക്കോട്ടെ, ആ നായനെ വളർത്തുന്ന ആള്, അയാൾ ഈ നായനെ എത്ര അടിച്ചു ഉപദ്രവിച്ചു, ആട്ടും തുപ്പും ഒക്കെ സഹിച്ചിട്ടും അത് ഉപദ്രവിച്ചായിക്കോട്ടെ വേദനിപ്പിച്ച് അതിനെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോഴും കുറച്ച് കഴിഞ്ഞാലും ആ നായ വാലാട്ടിയിട്ട് അദ്ദേഹത്തിനടുത്ത് തന്നെ വന്നിരിക്കും, അദ്ദേഹത്തിന് നക്കി തോർത്തും. അതാണ് നായ, അതാണ് നായയുടെ പ്രത്യേകത. അതുമാത്രല്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ നായനൊക്കെ വളർത്തിയിട്ട് പൂതി മതിയായിട്ട് നായ ഒരു ശല്യമായിട്ട് ഇവർക്ക് തോന്നുമ്പോൾ, ഈ ചില വളർത്തുന്ന ആൾക്കാർക്ക് തോന്നുമ്പോൾ നായനെ കൊണ്ടു കളയാൻ ശ്രമിക്കും ചിലർ. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യും, നമുക്ക് ഇവനെ ഉപേക്ഷിക്കാം എവിടെയെങ്കിലും സ്ഥലത്ത്. അതും നായ അറിയില്ല, നായനെ സന്തോഷത്തോടുകൂടി ഒരു ഓട്ടോറിക്ഷയിലോ ഏതെങ്കിലും വണ്ടിയിലോ കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ നായ പുറത്തോട്ട് പോകുന്നു, അവരെ കൂടെ പോകുന്നുള്ളതാ. അതിൻ്റെ മനസ്സിൽ ആ ഒരു നിമിഷം വരെ അതിനെ ഉപേക്ഷിക്കപ്പെടാനാണെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അവസാനം ആളില്ലാത്തൊരു ഏരിയ, ക്യാമറകളില്ലാത്തൊരു ഏരിയ, ഇരുട്ട ഏരിയ, വെളിച്ചം സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ കൊണ്ടുപോയിട്ട്, പാടം അങ്ങനെ ഒഴിഞ്ഞ ഇടവഴികളിൽ കൊണ്ടുപോയിട്ട് ഈ പാവത്തിനെ കൊണ്ടുപോയി ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. ആ നിമിഷമാണ് അത് തിരിച്ചറിയുക, ഞാൻ ഒറ്റപ്പെട്ട്, ഞാൻ ഒറ്റയ്ക്കായി, എന്നെ ഇവർ എന്തിനാ ഇവിടെ കൊടുന്ന് കളഞ്ഞ്. ആ ഒരു നിമിഷം അത് പുറകെ, ആ വണ്ടിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കുതിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. വണ്ടിയിലിരിക്കുന്ന ആളുകൾ തിരിഞ്ഞു നോക്കും, ലാഭം വരുന്നുണ്ട. ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ ഹൃദയം, ഒരു തുള്ളി ഉള്ള മനസ്സിൽ ഒരു മനുഷ്യത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ